ദൈവവിശ്വാസികളെ എല്ലാവരെയും വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും തടസ്സങ്ങൾ മാറ്റിത്തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്നത്തെ നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രത്തിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തെക്കുറിച്ച് എന്ന് പറയുന്നത് പുരുഷന് കുറേ കൂടെ ബലം കിട്ടുന്ന ഒരു സമയമാണിപ്പോൾ. അതായത് 35 വയസ്സ് കഴിഞ്ഞ ചോതി നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനെ ഇപ്പോൾ സമയം ഏറ്റവും ഗുണപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. 42 വയസ്സ് വരെ അത് തുടർന്ന് പോകുന്നതായിരിക്കും. അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരുടെ ഭാര്യ എത്രയും പെട്ടെന്ന് വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഈ ചോതി നക്ഷത്രക്കാരൻ്റെ പേരിൽ അവിടെ ഒരു കടുംപായസം നടത്തുക, രക്തപുഷ്പാഞ്ജലി നടത്തുക. ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ കുറേ കൂടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ദോഷവശങ്ങളൊന്നും അവർക്ക് കാണുന്നില്ല. ചോതി നക്ഷത്രം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠനത്തിൽ കുറച്ച് മന്ദതയാണ് കാണിക്കുന്നത്. പഠിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ പഠിക്കുന്നതിന് അവരുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഒരു രണ്ടാമത്തെ മനസ്സ് അവരെ അതിൽ നിന്ന് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെങ്കിലും ആ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാട് എന്തെങ്കിലും നടത്തി അർച്ചനകൾ നടത്തണം. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന് വെണ്ണയും കദളിപ്പഴവും സമർപ്പിക്കുക. അത് ശ്രീകൃഷ്ണ അമ്പലത്തിലാണ് പോയി ചെയ്യേണ്ടത്. വിഘ്നേശ്വരന്, കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഘ്നേശ്വരന് 3 തേങ്ങ 3 നാളികേരം സമർപ്പിക്കുക. ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മന്ദത മാറിക്കിട്ടുന്നതായിരിക്കും. നല്ല പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ജ്ഞാനശക്തിയും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നു, അവർക്ക് അത്ഭുതം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ എനിക്കതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. നമുക്ക് അനുഗ്രഹത്താൽ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മൂർത്തികൾ, നമ്മുടെ ഉപാസനാമൂർത്തികൾ നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇപ്പം തന്നെ മൂർത്തികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചോതി നക്ഷത്രക്കാർ അവർക്ക് ദോഷകരമായിട്ടുള്ളൊരു സമയം, അതായത് ഞാനീ പറഞ്ഞ പ്രായത്തിലുള്ളവർക്ക്, അതായത് ദോഷകരമായിട്ടുള്ള കാര്യം വന്നിരിക്കുന്നത് 23 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളെക്കുറിച്ചാണ് മോശമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് വാഹന അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിക്കുക, വാഹന അപകടം ഒന്ന് സൂക്ഷിക്കുക. അതിന് പരിഹാരമായിട്ട് നമുക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ പരിഹാരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭദ്രകാളിയാണ് സഹായമായിട്ട് വരേണ്ടത് എപ്പോഴും. ഇപ്പം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോവുക. ഈ പറയുന്ന കാലയളവുകളിൽ എല്ലാ ദിവസവും പോകണമെന്നല്ല,
വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം പോവുക. പോകാൻ പറ്റുമെങ്കിൽ വർഷത്തിൽ 4 പ്രാവശ്യം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. പോയി അവിടെ എന്താ വഴിപാട് നടത്തേണ്ടത് അത് കൃത്യമായിട്ടും വഴിപാട് നടത്തണം. വഴിപാട് നടത്തി കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്നൊക്കെ കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അഥവാ അപകടം ഉണ്ടായാൽ തന്നെയും അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞു നിൽക്കും. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ധനപരമായിട്ട് ചോതി നക്ഷത്രം 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ ധനപരമായിട്ട് വളരെ ശ്രേയസ് ഉണ്ടാവും. അതായത് വളരെ നല്ല മേൽഗതി ഉണ്ടാവുന്ന സമയമാണ്. തൊഴിലുന്നതി ഉണ്ടാവുക, അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുക, പ്രതീക്ഷിക്കാത്ത ധനം ഉണ്ടാവുക, ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് ചോതി നക്ഷത്രത്തിന് പറയാനുള്ളത്. ഇത് 13 ദിവസം വരെയാണ് ഇതിൻ്റെ കാലാവധി നിൽക്കുന്നത്. അതായത് ഇന്ന് മുതൽ 13 ദിവസം വരെയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞ പോയി വഴിപാടുകളെല്ലാം ചെയ്യണം. പിന്നെ ഇതിനകത്തൊരു പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത്, നമ്മൾ വഴിപാടുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ദൈവജ്ഞനെ പോയി കണ്ട് അതിന് പരിഹാരം നിങ്ങൾ ചെയ്ത് എടുക്കണം. കുടുംബക്ഷേത്രത്തിലൊക്കെ എല്ലാവരും പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ വാസ്തവം നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജയോഗമുണ്ട്, ഇതൊന്നും ഞാൻ പറയത്തില്ല. ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ലെന്നാണ് എൻ്റെ മൂർത്തികൾ എന്നെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് മൂർത്തികളുടെ അനുഗ്രഹത്താൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും. അപ്പോൾ അടുത്ത നക്ഷത്രം ഏതാണോ അത് നാളെ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് മൂർത്തികളുടെ അനുഗ്രഹത്തിൽ വരണം. വരുന്ന സമയത്തായിരിക്കും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിനെ സ്വീകരിക്കുക. വഴിപാടുകൾ പോയി നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുക. ഒപ്പം തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇത് ആര് കേൾക്കുന്നു, എവിടെ കേൾക്കുന്നു എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉപാസനമൂർത്തികളോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും, ചോതി നക്ഷത്രക്കാരിലുള്ള എല്ലാവർക്കും മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരെവിടെയായിരുന്നാലും അവർക്ക് നന്മകൾ ഉണ്ടാകട്ടെ. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവായി പോകട്ടെ. ഇപ്പോൾ മൂർത്തികൾ പറയുന്ന മറ്റൊരു കാര്യം, ചോതി നക്ഷത്രം ഞാൻ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചോതി നക്ഷത്രക്കാർ 9 പേർക്ക്, അങ്ങനെയാണ് മൂർത്തികൾ പറയുന്നത്, 9 പേര് അവരൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് നടക്കാതിരിക്കുന്ന കാര്യം, അതായത് വലുതും ചെറുതുമായിട്ടുള്ള എന്നാൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ 9 കാര്യങ്ങൾ. 9 പേർക്കുള്ള കാര്യങ്ങൾ അത് ഉടനെ നടക്കുമെന്നാണ് മൂർത്തികൾ പറയുന്നത്. അപ്പം അവരങ്ങനെ ഉള്ള വ്യക്തികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, കുടുംബക്ഷേത്രത്തിൽ പോവുക. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും ദ്രവ്യം, അതായത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ വിളക്കെത്തിക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഗണപതി ഉണ്ടെങ്കിൽ ഗണപതിക്ക് തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തുളസി നിപ്പുണ്ടെങ്കിൽ, വീട്ടിൽ തുളസി നിപ്പുണ്ടെങ്കിൽ, കൃഷ്ണ തുളസി ഉണ്ടെങ്കിൽ കൃഷ്ണ തുളസിയിൽ 7 ഇലകൾ, നല്ല വൃത്തിയുള്ള 7 ഇലകൾ അതൊന്ന് എടുത്ത് 7 ഇലകൾ പറിച്ചെടുത്തിട്ട് അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൈക്കകത്ത് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിഷ്ണു ഭഗവാനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ ആണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, ആ കാര്യം വ്യക്തമായിട്ട് പറയുക. പറഞ്ഞതിന് ശേഷം ആ 7 ഇലയും നിങ്ങൾ കഴിക്കണം. 7 ഇലയും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഉറപ്പായിട്ടും ഈ കാര്യം നടന്നിരിക്കും എന്നാണ് മൂർത്തിയിൽ പറയുന്നത്. അപ്പോൾ 9 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷത്തോടുകൂടി എല്ലാവരും ഇരിക്കുക. അടുത്ത നക്ഷത്രം നാളെ പറയുന്നതായിരിക്കും. എല്ലാവരെയും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും നന്മ വരുത്തട്ടെ.